ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 36 പരശുരാമ ചരിതമാണ് നമ്മൾ വായിക്കുന്നത്. 6 ശ്ലോകം വരെ വായിച്ചു. പരശുരാമമൂർത്തിയും കാർത്തവീര്യാർജുനനുമായി യുദ്ധം തുടങ്ങി. രാജാവിൻ്റെ സൈന്യങ്ങളെ മൊത്തവും വധിച്ചു പരശുരാമൻ. പിന്നെ രാജാവും അതായത് പരശുരാമനും മാത്രമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി 7ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. പുത്രാണാം ആയുധേന സപ്ത ദശഭിച്ച അക്ഷൗഹിണീഭിർ മഹാസേനാനീഭിർ അനേകമിത്ര നിവഹൈർ വ്യാജൃംഭിത ആയോധന സദ്യസ്തുതുക കുഠാരബാണവിദളൻ നിശേഷ സൈന്യോൽക്കരോ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ടതനയസ്ത്വാം ആപതത്ഹേഹയ. പുത്രാണാം ആയുധേന സപ്തദശഭിച്ച അക്ഷൗഹിണീഭിർ മഹാസേനാനീഭിർ അനേകമിത്ര നിവഹൈർ വ്യാജൃംഭിതായോധന സദ്യസ്തുൽക കുഠാരബാണവിദളൻ നിശേഷ സൈന്യോൽക്കരോ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ടതനയസ്ത്വാം ആപതത്ഖേഹയ. ഒന്നും കൂടെ ചൊല്ലാം. കൂടെ അങ്ങ് മങ്ങൽ വരുന്നു. പുത്രാണാം ആയുധേന സപ്ത ദശഭിച്ച അക്ഷൗഹിണീഭിർ മഹാസേനാനീഭിർ അനേകമിത്ര നിവഹൈർ വ്യാജൃംഭിതായോധന സദ്യസ്തുതുക കുഠാരബാണവിദളൻ നിശേഷ സൈന്യോൽക്കരോ ഭീതി പ്രദ്രുത നഷ്ടശിഷ്ടതനയസ്ത്വാം ആപതത്ഹേഹയ. കഴിഞ്ഞ 6ാം ശ്ലോകത്തിൽ കാമധേനുവിനെയൊക്കെ കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാർ വന്ന് ജമദഗ്നിമഹർഷിയെ വധിച്ചിട്ട് പശുവിനെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഇവിടെ പരശുരാമനും കാർത്തവീര്യാർജുനായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഹേഹയ രാജാവ്, അതായത് കാർത്തവീര്യാർജുനൻ, അദ്ദേഹത്തിൻ്റെ 10,000 പുത്രന്മാരും തൻ്റെ 17 അക്ഷൗഹിണി പടയും മഹാസേനാ നായകന്മാരും ബന്ധുക്കളും മിത്രങ്ങളും സുഹൃത്തുക്കളും എല്ലാമായി മഹാഘോരയുദ്ധം നടത്തിയപ്പോൾ ഭഗവാൻ പരശുരാമൻ അവിടുന്ന് എന്ത് ചെയ്തു? വെൺമഴ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ആക്രമണം നടത്തി. അതായത് അദ്ദേഹത്തിന് ശിവപാർഷന്മാർ കൊണ്ടുവന്ന വില്ലും ശരങ്ങളും വെൺമഴയൊക്കെ അല്ലേ പരശുരാമനുള്ളു. പിന്നെ ആരാ ഉള്ളേ? സഖാവായ ആകൃതവർണ മുനിയുണ്ട് സഖാവായിട്ട്. അത് പിന്നെ കൈലാസത്തിൽ തപസ്സിന് പോയിട്ട് വന്നപ്പോൾ ആ മുനിയെ കൂടെ കൊണ്ടുപോയി സഖാവായിട്ട്, കൂട്ടുകാരനായിട്ട്. ഇവിടെ ഈ രാജാവ് കാർത്തവീര്യാർജുനൻ 10,000 പുത്രന്മാർ ആ രാജാവിനുണ്ട്. ആ 10,000 പുത്രന്മാരും അദ്ദേഹത്തിൻ്റെ 17 അക്ഷൗഹിണി പടയും മഹാസേനാ നായകന്മാരും ബന്ധുക്കളും മിത്രങ്ങളും സുഹൃത്തുക്കളും എല്ലാമായിട്ടാണ് ഇവിടെ മഹാഘോര യുദ്ധം നടത്തുന്നത്. ഇവിടെ പരശുരാമൻ എന്താ ഉള്ളേ? വെൺമഴവും അസ്ത്രങ്ങളും, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. വെൺമഴ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ആക്രമണം നടത്തി. എന്നിട്ട് സൈന്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമാവുകയും, അതായത് ഈ കാർത്തവീര്യാർജുനന് ഇത്രയും 10,000 പുത്രന്മാരും സൈന്യവും അക്ഷൗഹിണിപ്പടയും ഒക്കെ ഉണ്ടായിട്ട് പരശുരാമൻ ഭഗവാൻ നാരായണനാണല്ലോ. അപ്പോൾ ആ രാജാവിൻ്റെ സൈന്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമാവുകയും കുറേ ഒക്കെ കൊല്ലപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെടാത്ത ബാക്കി മക്കൾ, അതായത് ഈ കാർത്തവീര്യാർജുനൻ്റെ ബാക്കി പുത്രർ ഈ പരശുരാമനെ ഭയന്നിട്ട് ഓടിപ്പോയി. ഭഗവാൻ ഇങ്ങനെ എതിർത്ത് നിന്നു. ഈ അതായത് മഴവും വെൺമഴവും ഇതൊക്കെ ഉള്ളു, ശരങ്ങളൊക്കെ ഉള്ളു. എങ്കിലും ആ രാജാക്കന്മാരും സൈന്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമാക്കുകയും ചെയ്തു ഭഗവാൻ. ബാക്കി കുട്ടികളെല്ലാം, അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം 10,000 പേരുള്ളത് കുറേയെല്ലാം ചത്തൊടുങ്ങി, ബാക്കിയുള്ളതെല്ലാം ഭയന്ന് ഓടുകയും ചെയ്തു.
അങ്ങനെ ഭഗവാൻ അവർക്ക് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. ശ്ലോകം 8. ലീലാവാരിത നർമ്മദാ ജലവല ലങ്കേശഗർവാപഹ ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹു ശസ്ത്രാസ്ത്രം നിരുന്ധൻ അമും ചക്രേ ത്വയ്യധ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാമുദാ ധ്യായന്തം ചിത സർവദോഷം അവധി സ്വാഗാത് പരം തേ പദം ലീലാവാരിത നർമ്മദാ ജലവലത് ലങ്കേശഗർവാപഹ ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹു ശസ്ത്രാസ്ത്രം നിരുന്ധൻ അമും ചക്രേ ത്വയ്യധ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാമുദാ ധ്യായന്തം ചിത സർവദോഷം അവധി സ്വാഗാത് പരം തേ പദം. ഒന്നും കൂടി ചൊല്ലാം. ലീലാവാരിത നർമ്മദാ ജലവലത് ലങ്കേശഗർവാപഹ ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹു ശസ്ത്രാസ്ത്രം നിരുന്ധൻ അമും ചക്രേ ത്വയ്യധ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാമുദാ ധ്യായന്തം ചിത സർവദോഷ അവധി സ്വാഗാത് പരം തേ പദം. അങ്ങനെ പരശുരാമ ഭഗവാനിൽ നിന്ന് ഭയന്നോടിപ്പോയി. അങ്ങനെ ഭഗവാൻ എതിർത്ത് നിന്ന് കാരണം എല്ലാവരും ചിന്ന ചിഹ്നമായി കൊല്ലപ്പെട്ട് കുറേ പേർ ഭയന്നോടി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഒരിക്കൽ കാർത്തവീര്യ അർജുനൻ നർമ്മദാ നദിയിൽ ജലക്രീഡ നടത്തിയപ്പോൾ അവയ്ക്ക് 1000 കൈകളുണ്ട്. അപ്പോൾ നർമ്മദാ നദിയിൽ ഈ കാർത്തവീര്യാർജുനൻ ജലക്രീഡ നടത്തിയപ്പോൾ തൻ്റെ 1000 കൈകൾ കൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തിച്ചാൽ അണ കെട്ടുന്നത് പോലെ 1000 കൈകൾ കൊണ്ട് ഇങ്ങനെ അടുക്കടിക്കടുക്കി വെച്ച് തടഞ്ഞു നിർത്തിയിരുന്ന വെള്ളം കൊണ്ട് വെള്ളം അങ്ങ് പൊങ്ങി. അപ്പോൾ നിർത്തി ഇരിക്കുമ്പോൾ ഒഴുകത്തിലല്ലേ, വെള്ളം എല്ലാം കൂടെ അങ്ങനെ ഒരുപാടങ്ങ് പൊങ്ങി. അപ്പോൾ നദീ തീരത്ത് രാവണൻ ഇരിപ്പുണ്ടാകും. രാവണൻ അപ്പോൾ തീരത്തിരുന്ന രാവണൻ ഇതൊന്നും അറിയുന്നില്ല. രാവണൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ഉഴന്ന്. കാരണം പെട്ടെന്നിങ്ങനെ വെള്ളം പൊങ്ങുമ്പോൾ അദ്ദേഹം അറിയുന്നില്ല, അവിടെ അതിൻ്റെ തീരത്ത് ഇങ്ങനെ ഇരുന്നതല്ലയോ അറിയാതെ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കൈകൾ കൊണ്ട് 1000 കൈകൾ കൊണ്ട് ഇങ്ങനെ അണകെട്ടി നിർത്തിയപ്പോൾ വെള്ളം അങ്ങ് പൊങ്ങിയപ്പോൾ കരയിലേക്കെല്ലാം തീരത്തെല്ലാം അങ്ങനെ അങ്ങ് നിറയുമല്ലോ. അദ്ദേഹം ഈ തീരത്തിരുന്ന രാവണൻ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ഉഴന്നു. രാവണൻ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഹേഹയ രാജാവാണെന്നറിഞ്ഞ് ഈ കാർത്തവീര്യ അർജുനനാണ് ഇങ്ങനെ ചെയ്തത്. വെള്ളം ഇങ്ങനെ പൊക്കി കൈകൊണ്ട് അണകെട്ടി ഇങ്ങനെ വെച്ചു. വെള്ളം അത്ര പൊങ്ങാൻ കാരണമെന്ന് ഈ രാവണൻ അറിഞ്ഞു. അതായത് കാർത്തവീര്യ അർജുനനാണ് ഹേഹയ രാജാവ്, അയാളാണെന്ന് അങ്ങനെ അറിഞ്ഞു. അപ്പോൾ രാജാവിനോട് കലഹത്തിന് ചെന്ന് രാവണൻ. അതായത് അദ്ദേഹം അത്രമാത്രം ബുദ്ധിമുട്ടല്ലോ, വെള്ളത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങിയില്ലയോ. അപ്പോൾ രാജാവിൻ്റെ ഗർവ് അടക്കി ബന്ധനസ്ഥനാക്കി വെച്ചു രാവണൻ. അപ്പോൾ അയാൾക്ക് ഭക്തനാണ്, പക്ഷേ ഈ കാർത്തവീര്യാർജുനൻ ഭക്തനാക്കിയ, പക്ഷേ ഒത്തിരി അഹങ്കാരം കയ്യിലുണ്ടായിരുന്നു. ഈ 1000 കൈകളൊക്കെ ഉണ്ടെന്നുള്ളൊരു അഹങ്കാരവും ഹുങ്കൊക്കെ ഉണ്ട്. അതെന്തായാലും കൊള്ളാം. ഇങ്ങനെ അണകെട്ടി നിർത്തി വെള്ളം പൊങ്ങി രാവണൻ ആ വെള്ളത്തിൽ കിടന്ന് ഉഴന്ന് പൊങ്ങി അങ്ങോട്ട് താഴോട്ടും മേലോട്ടെല്ലാം പൊങ്ങി ഉഴന്ന് വിഷമിച്ചു. അപ്പോൾ ഇത് രാജാവിൻ്റെ ഗർവ് ആരടക്കി? രാവണൻ. അങ്ങനെ ബന്ധനസ്ഥനാക്കി അങ്ങ് വെച്ചു. അപ്രകാരം ഈ ജലക്രീഡ നടത്തിയപ്പോഴാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ജലക്രീഡ ആരാ നടത്തിയ? കാർത്തവീര്യാർജുനൻ. തീരത്തിരുന്നത് രാവണൻ. വെള്ളം ഇങ്ങനെ ചിറകെട്ടിയതുപോലെ 1000 കൈകൾ കൊണ്ട് അണകെട്ടി നിർത്തിയപ്പോൾ വെള്ളം പൊങ്ങി രാവണൻ അതിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങി ഇങ്ങനെ വിഷമിച്ചു. വെള്ളത്തിൽ എങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ വയ്യത്. അപ്പോൾ തിരക്കിയപ്പോൾ എന്താണ്? ഈ രാജാവാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കി കലഹത്തിന് ചെന്ന് രാജാവിൻ്റെ അടുക്ക്, അതായത് കാർത്തവീര്യ അർജുനനോട് വഴക്കിന് ചെന്ന്. എന്നിട്ട് അയാളുടെ ഗർവൊക്കെ രാവണനങ്ങ് അടക്കി ബന്ധനസ്ഥനാക്കി വെച്ചു. ചിത സർവദോഷമെന്നതിന് രാഗാദി സകല ദോഷങ്ങളെയും അകറ്റിയെന്നും ഒരർത്ഥമുണ്ട്. ചിത സർവത ധ്യായന്തം ചിത സർവദോഷ അവധി സ്വാഗാത് പരം തേ പദം. അതിനകത്ത് ഈ കൈകൾ ഇങ്ങനെ 1000 കൈകളും ഈ വഴക്കിന് ശേഷം മുറിച്ച് കളഞ്ഞു കാണും. അതായിരിക്കും കൈകൾ നഷ്ടപ്പെട്ടപ്പോൾ അഹങ്കാരം പോയി. അതായത്
സർവ്വതും മറന്ന് ഇദ്ദേഹം വിഷ്ണു ധ്യാനത്തിൽ നിന്നപ്പോൾ സകല ദോഷങ്ങളും നശിച്ചു. അർജുനൻ, അതായത് കാർത്തവീര്യാർജുനൻ പണ്ടേ തന്നെ ഭക്തനായിരുന്നു. അല്പം അഹങ്കാരം ഉണ്ടായതാണ് ഇങ്ങനെ വരാനുള്ള കാരണം. ആ അഹങ്കാരം മാറ്റണ്ടേ? അത് രാവണൻ തന്നെ അതങ്ങ് മാറ്റി. അഹങ്കാരം ഭക്തനൊക്കെയാ, പക്ഷേ ഈ കാർത്തവീര്യാർജുന് അതല്ലേ ഈ പശുവിനെയും കൊണ്ട് പോയിട്ടും അദ്ദേഹത്തിൻ്റെ മക്കൾ വന്ന് ഈ ജമദഗ്നിനെ വധിച്ചു. എന്നിട്ട് വലിയ വലിയ യുദ്ധമുണ്ടായി. അപ്പോഴും പരശുരാമൻ എതിർത്ത് നിന്ന് എല്ലാത്തിനെയും ഛിന്ന ഭിന്നമാക്കിയിട്ടും ബാക്കിയുള്ള പുത്രന്മാരെല്ലാം ഭയന്ന് ഓടുകയും ചെയ്തു. എന്നിട്ടും ഈ അഹങ്കാരം മാറുന്നില്ല. അപ്പോഴാണ് ഇവിടെ ജലക്രീഡ നടത്തിയത്. നർമ്മദാ നദിയിൽ ജലക്രീഡ നടത്തിയപ്പോൾ ഇവിടെ രാവണൻ വെള്ളത്തിൽ പൊങ്ങിയതുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത്. അതുകൊണ്ട് ഭക്തിയും ഈശ്വരധ്യാനവും കൊണ്ട് ദോഷശാന്തി ഉണ്ടായി. കൈകൾ പോയതോടെ ഗർവവും അടങ്ങി. അപ്പം ഈശ്വരധ്യാനവും ഭക്തിയൊക്കെ ഉണ്ട്. എന്താ ഒന്നേ ഒരു കുഴപ്പം, എന്താ? അഹങ്കാരം. അത് നമുക്കൊക്കെ ഒരു പാഠമാണ്. പലർക്കും ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് 1000 കൈകൾ ഉണ്ടെന്നുള്ള അഹങ്കാരമാണ് വന്നത്. ആർക്കും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മറ്റുള്ളവർക്ക് ഇല്ലാത്ത പല സുഖ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇങ്ങനെ എന്തെങ്കിലും ഒരല്പം ഞാനെന്ന ഭാവം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ അതിനെ മാറ്റും. ഇവിടെ എങ്ങനെയാണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് ഈശ്വര ധ്യാനവും ഭക്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദോഷശാന്തിയൊക്കെ വന്നു. പക്ഷേ കൈകൾ പോയതോടെ അദ്ദേഹത്തിൻ്റെ ഗർവവും അടങ്ങി. അങ്ങനെ പിന്നെ വിഷ്ണുവിനെ ഭഗവാൻ തന്നെ ധ്യാനിച്ച് മരിച്ചതപ്പോൾ വിഷ്ണു സാരൂപ്യവും ലഭിച്ചു. അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.